ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി ലാൽ എഴുതിയ ദ ലെക്ചറർ എന്ന പോയമാണ്. ആദ്യം നമുക്ക് പോയറ്റിനെ പറ്റി നോക്കാം. പുരുഷോത്തമ ലാൽ വാസ് എ പയണറിംഗ് ഇന്ത്യൻ പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് പ്രൊഫസർ. പുരുഷോത്തമ ലാൽ ഒരു പയനിയർ ഇന്ത്യൻ കവിയും ഉപന്യാസകാരനും പ്രൊഫസറുമായിരുന്നു. Based in Kolkata, he taught English at St. Xavier College for over 40 years. കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ 40 വർഷത്തിലേറെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. He is best known for founding the influential publishing house Writers' Workshop and for his monumental English transcreation of the epic Mahabharata. സ്വാധീനമുള്ള പ്രസാധക സ്ഥാപനമായ റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ് സ്ഥാപിച്ചതിനും ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ മഹത്തായ ഇംഗ്ലീഷ് ട്രാൻസ്ക്രിയേഷൻ നടത്തിയതിനും അദ്ദേഹം പ്രശസ്തനാണ്. Born in Kapurthala, Punjab in 1929, he moved to Calcutta as a child and earned his masters in English from the University of Calcutta. 1929 പഞ്ചാബിലെ കപൂർത്തലയിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് അദ്ദേഹം കൊൽക്കത്തയിലേക്ക് താമസം മാറി. കൊൽക്കത്ത സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദം നേടി. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ മഹാഭാരത ട്രാൻസ്ക്രിയേഷൻ നോക്കാം. ലാൽ സ്പെൻഡ് ലൈഫ് ടൈം റെൻഡറിംഗ് ദ എപ്പിക് സാൻസ്ക്രിത് പോയം മഹാഭാരത ഇൻടു കണ്ടംപററി ഇംഗ്ലീഷ് പോയട്രി. ലാൽ തൻ്റെ ജീവിതകാലം മുഴുവൻ സംസ്കൃത കാവ്യമായ മഹാഭാരതത്തെ സമകാലിക ഇംഗ്ലീഷ് കവിതകളാക്കി മാറ്റി. He published it in hundreds of individual fascicles and held weekly Sunday readings to test the rhythm of his lines. നൂറുകണക്കിന് വ്യക്തിഗത ഫാസിക്കിളുകളുമായി അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുകയും തൻ്റെ വരികളുടെ താളം പരീക്ഷിക്കുന്നതിനായി ആഴ്ചതോറും ഞായറാഴ്ച വായനകൾ നടത്തുകയും ചെയ്തു. ഇനി റൈറ്റേഴ്സ് വർക്ക്ഷോപ്പിനെ പറ്റി നോക്കാം. In 1958, he founded Writers' Workshop, a publishing house dedicated to promoting emerging Indian writers in English. 1958 ഇംഗ്ലീഷിലെ വളർന്നുവരുന്ന ഇന്ത്യൻ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രസാധക സ്ഥാപനമായ റൈറ്റേഴ്സ് വർക്ക്ഷോപ്പ് അദ്ദേഹം സ്ഥാപിച്ചു. The press became famous for its distinct hand-bound sari cloth covers and helped launch the careers of major authors like Vikram Seth and Kamala Das. വ്യതിരിക്തവും കൈകൊണ്ട് കെട്ടിയതുമായ സാരി തുണി കവറുകൾക്ക് ഈ പത്രങ്ങൾ പ്രശസ്തമായി. വിക്രം സത്ത്, കലാദാസ് തുടങ്ങിയ പ്രമുഖ എഴുത്തുകാരുടെ കരിയർ ആരംഭിക്കാൻ ഇത് സഹായിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ അവാർഡുകളെ പറ്റി നോക്കാം. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ, ഇന്ത്യാസ് ഫോർത്ത് ഹയസ്റ്റ് സിവിലിയൻ ഓണർ, ഇൻ 1970 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ. സാഹിത്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് 1970 ഇന്ത്യയിലെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ അക്കാദമിക് കരിയർ നോക്കാം. അലോങ്സൈഡ് ടീച്ചിങ്, ഹി വാസ് എ സ്പെഷ്യൽ പ്രൊഫസർ ഓഫ് ഹോഫ്സ്ട്ര യൂണിവേഴ്സിറ്റി ആൻഡ് ഹെൽഡ് ന്യൂമറസ് വിസിറ്റിംഗ് പ്രൊഫസർഷിപ്പ് അക്രോസ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അധ്യാപനത്തോടൊപ്പം ഹോഫ്സ്ട്ര സർവകലാശാലയിൽ സ്പെഷ്യൽ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അമേരിക്കയിലുടനീളം നിരവധി വിസിറ്റിംഗ് പ്രൊഫസർഷിപ്പുകൾ വഹിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയത്തിൻ്റെ സമ്മറിയിലേക്ക് കിടക്കാം. പി ലാലിൻ്റെ ദി ലെക്ചർ അക്കാദമിക് പ്രഭാഷണങ്ങളുടെ ഉപരിപ്ലവതയെ വിമർശിക്കുന്ന ഒരു ചിന്താപരവും അല്പം ആക്ഷേപഹാസ്യവുമായ കവിതയാണ്. ആഴമേറിയ സത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അധ്യാപകർ പലപ്പോഴും കലാസൃഷ്ടി നിറഞ്ഞതും മനോഹരവുമായ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും ഉപരിതലത്തിൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ സത്തയില്ലാത്ത ശൂന്യമാക്കുന്നതെങ്ങനെയെന്നും ഇത് പര്യവേക്ഷണം ചെയ്യുന്നു. ഒരു സദസ്സിനെയോ ക്ലാസ് മുറിയെയോ അഭിസംബോധന ചെയ്യുന്ന പേര് വെളിപ്പെടുത്താത്ത ഒരു പ്രഭാഷകനെ കേന്ദ്രീകരിച്ചാണ് ഈ കവിത. നയതന്ത്രപരവും ഉയർന്ന നിലവാരം പുലർത്തുന്നതുമായ ഭാഷ ഉപയോഗിച്ച് കല, സത്യം, സൗന്ദര്യം തുടങ്ങിയ ആഴമേറിയ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലമായി സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവതരണത്തിൽ പ്രേക്ഷകർ പൂർണ്ണമായും മയങ്ങിപ്പോയി. എന്നിരുന്നാലും പ്രഭാഷകൻ ഒരിക്കലും കാര്യത്തിൻ്റെ കാതലിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നില്ലെന്ന് കവി നിരീക്ഷിക്കുന്നു. യഥാർത്ഥ വസ്തുതകൾ വെളിപ്പെടുത്തുന്നതിനു പകരം പ്രഭാഷകൻ അവയെ കലാപരമായി മറച്ചുവെക്കുന്നു, സത്യത്തിൻ്റെ വക്കിൽ മാത്രം നിൽക്കുന്നു എന്നാണ് കവിത പറയുന്നത്.
മനോഹരമായ പ്രസംഗത്തെ യഥാർത്ഥ ആഴത്തേക്കാൾ വിലമതിക്കുന്നതിലെ പോരായ്മ ഈ കവിത എടുത്തു കാണിക്കുന്നു. പ്രഭാഷകന്റെ വാക്കുകൾ മാന്ത്രികമായി തോന്നുമെങ്കിലും ആത്യന്തികമായി അവയ്ക്ക് അർത്ഥവത്തായ ഉൾക്കാഴ്ചയില്ല എന്നാണ് കവി പറയുന്നത്. പ്രഭാഷകന്റെ കരിഷ്മയിൽ പ്രേക്ഷകർ എളുപ്പത്തിൽ വഞ്ചിക്കപ്പെടുന്നു. ഒരു വിനോദ പ്രകടനത്തെ യഥാർത്ഥ പ്രബുദ്ധതയായി തെറ്റിദ്ധരിച്ച് അവർ മയങ്ങിപ്പോകുന്നു എന്നും കൂടി പറയുന്നു. യഥാർത്ഥ ജ്ഞാനവും ജീവിതാനുഭവവും നേടിയ ഏതൊരാൾക്കും പ്രഭാഷകന്റെ വഞ്ചന വ്യക്തമാകുമെന്ന് കവി കുറിക്കുന്നു. വർഷങ്ങളുടെ പഠനത്തിനു ശേഷമാണ് പ്രഭാഷകന്റെ വാക്കുകളുടെ പൊള്ളത്തരം കവി തിരിച്ചറിയുന്നത്. In The Lecturer, P. Lal presents a satirical critique of surface-level academia. The poem centers on an orator who uses diplomatic, highly polished language to avoid diving deeply into actual truths. The Lecturer എന്ന കൃതിയിൽ പി. ലാൽ ഉപരിതല അക്കാദമിക മേഖലയെക്കുറിച്ചുള്ള ഒരു ആക്ഷേപഹാസ്യ വിമർശനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥ സത്യങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കാൻ നയതന്ത്രപരവും വളരെ മിനുസമാർന്നതുമായ ഭാഷ ഉപയോഗിക്കുന്ന ഒരു പ്രഭാഷകനെയാണ് കവിത കേന്ദ്രീകരിക്കുന്നത്. Although the audience is initially fascinated by the speech, the poet reflects years later that the lecturer evaded profound realities to simply please the crowd. പ്രസംഗത്തെ തുടക്കത്തിൽ പ്രേക്ഷകർ ആകർഷ്ടരാകുമെങ്കിലും ജനക്കൂട്ടത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പ്രഭാഷകൻ ആഴത്തിലുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായി കവി വർഷങ്ങൾക്കു ശേഷം പ്രതിഫലിപ്പിക്കുന്നു. ഇനി കീ തീംസ് ആൻഡ് അനാലിസിസ് നോക്കാം. സൂപ്പർഫിഷ്യാലിറ്റി വിയേഴ്സ് ഡെപ്ത്. The lecturer stood on the brink of truth, implying he possessed knowledge but lacked the courage or desire to plunge into genuine, hard-hitting facts. ലെക്ചറർ സത്യത്തിൻ്റെ വക്കിൽ നിന്ന്, അതായത് അദ്ദേഹത്തിൻ്റെ അറിവുണ്ടെന്ന് സൂചന നൽകി, പക്ഷേ യഥാർത്ഥവും കഠിനവുമായ വസ്തുതകളിലേക്ക് കടക്കാൻ ധൈര്യമോ ആഗ്രഹമോ കാണിക്കുന്നില്ല എന്നാണ് കവി പറയുന്നത്. ഡിപ്ലോമസി ഓവർ സബ്സ്റ്റൻസ്. Instead of tackling complex concepts like beauty and truth directly, the speaker relies on the best was all concealing, using carefully chosen words sugarcoat or mask his ignorance. സൗന്ദര്യം, സത്യം തുടങ്ങിയ സങ്കീർണമായ ആശയങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതിനു പകരം പ്രഭാഷകൻ ഏറ്റവും മികച്ചത് എല്ലാം മറച്ചു വെക്കുമായിരുന്നു എന്നതിൽ ആശ്രയിക്കുന്നു. ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത വാക്കുകൾ ഉപയോഗിച്ച് തൻ്റെ അജ്ഞത മറയ്ക്കുകയോ പഞ്ചസാര പൂശുകയോ ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത്. The delayed realization. The true impact of the lecture is only understood retrospectively. The speaker's charm and rhetorical skill temporarily blinded the listeners to lack of actual substance. പ്രഭാഷണത്തിൻ്റെ യഥാർത്ഥ സ്വാധീനം പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാകൂ. പ്രഭാഷകൻ്റെ ആകർഷണീയതയും വാചാലവൈദഗ്ധ്യവും ശ്രോതാക്കളെ താൽക്കാലികമായി യഥാർത്ഥ സത്തയുടെ അഭാവം മറച്ചു വെക്കുന്നു എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ക്രിട്ടിക് ഓഫ് സ്കോളർഷിപ്പ്. The poem serves as a broader comment by Lal on intellectuals who use ornate diction and style as a crutch to compensate for a lack of genuine critical insight. ഇതിലെ പാണ്ഡിത്യ വിമർശനം നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥ വിമർശനാത്മക ഉൾക്കാഴ്ചയുടെ അഭാവം നികത്താൻ അലങ്കാരമായ വാക്ചാതുര്യവും ശൈലിയും ഒരു ഊന്നുവടിയായി ഉപയോഗിക്കുന്ന ബുദ്ധിജീവികളെക്കുറിച്ചുള്ള ലാലിൻ്റെ വിശാലമായ അഭിപ്രായമായി ഈ കവിത പ്രവർത്തിക്കുന്നു. ഈ കവിതയിലെ ഒരു പ്രഭാഷകൻ്റെ കള്ളത്തരത്തെക്കുറിച്ചാണ് കവി ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കൊണ്ട് ആളുകളെ മയക്കിയെടുക്കുന്നു എന്നാണ് കവി പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാം അറിവുണ്ടെന്ന് പ്രേക്ഷകരെ പറഞ്ഞു പറ്റിക്കുകയാണ് അദ്ദേഹം എന്നാണ് കവി പറയുന്നത്. എന്നാൽ അദ്ദേഹം യാഥാർത്ഥ്യവും കഠിനവുമായ വസ്തുതയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി. ലാലിൻ്റെ ഒരു ആക്ഷേപഹാസ്യ കവിതയാണ് ദ ലെക്ചറർ. യഥാർത്ഥ സത്യങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കാൻ നയതന്ത്രപരവും വളരെ മിനുസമാർന്നതുമായ ഭാഷ ഉപയോഗിക്കുന്ന ഒരു പ്രഭാഷകനെയാണ് ഈ കവിത കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കവിത. താങ്ക്സ് ടു വാച്ചിങ്.